ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തുപോയതിന് പിന്നാലെ മറ്റൊരു പാർട്ടി കൂടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറുമെന്ന സൂചനകൾ പുറത്ത്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പുറത്തുപോയതായും പാർലമെന്റിന്റെ വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കാനിരിക്കുന്ന പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവായ സഞ്ജയ് സിംഗ് വെള്ളിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിക്ക് പുറത്താണ്. ഞങ്ങളുടെ പാർട്ടി അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഞങ്ങളിനി സഖ്യത്തിന്റെ ഭാഗമല്ല എന്നും ആം ആദ്മി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായ സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായി മാത്രമാണ് ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചതെന്നും തുടർന്നുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി സ്വതന്ത്രമായി മത്സരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആം ആദ്മിയും കോൺഗ്രസും മത്സരിച്ചത്. എന്നിരുന്നാലും ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ വെവ്വേറെയാണ് മത്സരിച്ചത്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കുമെന്നും ആം ആദ്മി പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾ സ്വതന്ത്രരായി മത്സരിച്ചു. പഞ്ചാബിലും ഗുജറാത്തിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തങ്ങൾ സ്വന്തമായി തന്നെ മത്സരിച്ചു. ഇതായിരുന്നു സിംഗിന്റെ വാക്കുകൾ. എന്നിരുന്നാലും പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ പാർട്ടികളുമായി തന്ത്രപരമായ സഖ്യങ്ങൾ നിലനിർത്തുമെന്ന് ആം ആദ്മി നേതാവ് പറഞ്ഞിരുന്നു. പാർലമെന്ററി വിഷയങ്ങളിൽ TMC, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തങ്ങൾ സ്വീകരിക്കുന്നതായും അവർ ഞങ്ങളുടെ പിന്തുണയും സ്വീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ എല്ലായ്പ്പോഴും ശക്തമായി തന്നെ ഒരു പ്രതിപക്ഷത്തിന്റെ പങ്ക് വഹിച്ചു. ഇനിയും അങ്ങനെ ചെയ്യും. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും പാർലമെന്റിൽ ഞങ്ങൾ അവ ഉന്നയിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 1 മാസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ജൂലൈ 21 ആരംഭിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യത്തെ നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ നേതാക്കളുടെ ഒരു യോഗം ശനിയാഴ്ച വൈകുന്നേരം ഓൺലൈനായി നടക്കുകയും ചെയ്യും. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്ര പരിഷ്കരണം, പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. എന്നിരുന്നാലും ആം ആദ്മിയെ കൂടാതെ തൃണമൂൽ കോൺഗ്രസും പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.